നിനക്ക് പോലെ അപ്പൊ ഒരു അടിപൊളി ബിരിയാണിന്റെ റെസിപ്പി കാണിച്ചു തരാട്ടോ. അപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. കുറച്ച് ഓയിൽ ഒഴിക്കുക, അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് പൊരിച്ച് മാറ്റി വെക്കട്ടോ. ബാക്കി വന്ന ഉള്ളി മാറ്റി വെക്കണേ. പിന്നെ അതേ ഓയിലിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാം. ആ ടൈം കൊണ്ട് ഞാൻ കുക്കറിൽ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ നെയ്ച്ചോറ് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേ കുക്കറിൽ ഞാൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഉള്ളി മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് അതിന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാഗി മസാല 2 പാക്കറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഫ്ലേവർ ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് കുക്കർ മൂടി വെക്കുക. 4 വിസിൽ അടിക്കാൻ കേട്ടോ. ഗരം മസാല ഇടാൻ മറന്നുപോയി, അപ്പൊ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ തുറക്കാം. അപ്പൊ കുറച്ച് വെള്ളം അധികമായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഇതൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഒരു ലെയർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇതേ ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ കുക്കർ മൂടി വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ തുറന്നത്. അപ്പൊ അടിപൊളി ബിരിയാണിയാണ്, എന്തായാലും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം.